ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി ട്രിപ്സ്. അപ്പം ഞാൻ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂർ എയർപോർട്ടിലോട്ടാണ്. അപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാടപ്രഭു കെമ്പേഗൗഡറിൻ്റെ സ്റ്റാച്ചു ആണ്. ഇത് ബാംഗ്ലൂർ എയർപോർട്ടിൽ ടെർമിനൽ 2 ഉള്ളത്. അപ്പോൾ നമ്മളിപ്പം ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബാംഗ്ലൂരിലെ ടെർമിനൽ 2 ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് എനിക്കിതെല്ലാം പുതിയതായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ നമ്മൾ പാർക്കിംഗ് കഴിഞ്ഞിട്ട് നേരെ വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഗ്രൗണ്ട് ഫ്ലോർ ഫുള്ള് ഫുഡ് കോർട്ടാണ്. അടിപൊളി ഔട്ട്ലെറ്റ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളൊരു സബ്വേ വാങ്ങി. സബ്വേ നമുക്കറിയാം, എന്തായാലും എല്ലാ ഫുഡും എയർപോർട്ടിൽ ബിറ്റ് മോർ കോസ്റ്റ്ലിയാണ്. നമ്മളൊരു സബ്വേ വാങ്ങിയത് 600 റുപ്പീസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് സ്റ്റോഴ്സ് ഉണ്ടായിരുന്നു. രാമേശ്വരം കഫേ വരെ വെരി ന്യൂലി അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്രൗണ്ട് ഫ്ലോർ ഫുള്ളും ഫുഡ് കോർട്ട്സ് ആണ്. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ ടെർമിനൽ 2 പാർക്കിങ്ങിൻ്റെ അവിടെ, അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാം. ഞാൻ കുറേ വ്ളോഗ്സ് കണ്ടിട്ടുണ്ട്, പലരും ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം ഈ ഒരു ടെർമിനൽ 2 പോയിട്ടുള്ളത്. ഞാൻ എന്തായാലും നേരത്തെ തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് നമുക്ക് ഈ ഒരു ടെർമിനൽ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഈ ടെർമിനൽ പുതിയതായിട്ട് വന്നൊരു ടെർമിനലാണ്. നമ്മുടെ ഗാർഡൻ സിറ്റി, ബാംഗ്ലൂരിൻ്റെ ഗാർഡൻ സിറ്റി എന്നാണല്ലോ പറയുന്നത്. ആ ഒരു നെയിം ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു ടെർമിനൽ 2 അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്ന കേട്ടിട്ടുണ്ട് ഭയങ്കര അടിപൊളിയാണ് ടെർമിനൽ 2. അപ്പോൾ ഇപ്പോഴാണ് എനിക്കൊന്ന് കാണാൻ പറ്റിയത്. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഫുള്ള് അതിൻ്റെ ഇൻറ്റീരിയറും അതിൻ്റെ ഒരു റൂഫും ഒക്കെ വെച്ചിരിക്കുന്നത് ബാംബു കൊണ്ടിട്ട് എൻജിനീയറിംഗ് വർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഇൻറ്റീരിയേഴ്സാണ് കേട്ടോ. ഫുള്ളും യൂസ് ചെയ്തിരിക്കുന്നതൊക്കെ ഒറിജിനൽ പ്ലാന്റ്സ് ആണ്, ലൈവ് പ്ലാന്റ്സ് ആണ്. ശരിക്കും ഒരു ഗാർഡൻ ടെർമിനൽ എന്നൊക്കെ പറയുന്ന ഒരു ഫീലായിരുന്നു കേട്ടോ. ഫുൾ ഗാർഡൻ സെറ്റപ്പാണ് എല്ലായിടത്തും. ആ മുകളിലൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നതിലൊക്കെ ഫുള്ള് ഒറിജിനൽ പ്ലാന്റ്സ് ആണ് കേട്ടോ ഉള്ളത്. ആൻഡ് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഫുൾ ലൈറ്റിങ്സ് എല്ലാം ഓൺ ആയി കഴിഞ്ഞപ്പോഴേക്കും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആ ഒരു ഈവൻ കളറായിരുന്നു എല്ലായിടത്തും, ഒരു ഗ്രീൻ ആൻഡ് ബാംബു കളർ. ആ ഒരു സെറ്റപ്പാണ് കേട്ടോ. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയ ഈ ഒരു ഇടിവെട്ട് കളർ ബാഗുകളുമായിട്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്നും ഡെൻമാർക്കിലോട്ട് പോവുകയാണ് ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് ജേണി സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു ലോങ് ജേണിയാണ്. നല്ല ടൈം എടുത്താണ് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് അബുദാബിയിൽ ആണ് പോകേണ്ടത്. അവിടെ നിന്ന് നമ്മൾ ട്രാൻസിറ്റ് എടുത്തിട്ട് നെക്സ്റ്റ് ഡെൻമാർക്കിലോട്ടാണ് നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത്. അപ്പം ഞാനിപ്പോൾ എൻ്റെ ചെക്കിൻ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂർ ഡ്യൂട്ടി ഫ്രീ കൂടെ നമ്മുടെ ഫ്ലൈറ്റുള്ള ഗേറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുറത്ത് കണ്ടിരുന്ന ആ ഒരു ഗാർഡനിലും ഹെവി സെറ്റപ്പായിരുന്നു കേട്ടോ. ഉള്ളിലുണ്ടായിരുന്നത് ഒരു ഇൻറ്റീരിയർ ആയിട്ടുള്ള വാട്ടർഫോൾസും ആ ഒരു ഫോറസ്റ്റ് കൈൻഡ് സെറ്റപ്പൊക്കെയാണ് കേട്ടോ. അവർ ഉള്ളിൽ നല്ല അടിപൊളി ലാൻഡ്സ്കേപ്പൊക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ കുറേ ദൂരം ഉള്ളിൽ കൂടെ നടന്ന് വന്നിട്ട് ഇങ്ങനത്തെ ഒരു വ്യൂ ഒക്കെ കാണുമ്പോഴേക്കും ഭയങ്കര ഹാപ്പി ആവും നമ്മൾ. പിന്നെ ഇതൊക്കെ കണ്ടോ, അത് മണ്ണ് പോലെ താഴെ ഇട്ടിരിക്കുന്നത് എന്താ എനിക്ക് മനസ്സിലായില്ല. എന്തോ ഒരു കട്ടിയുള്ളൊരു സാധനമായിരുന്നു കേട്ടോ. കുറേ പനകളൊക്കെ പോലത്തെ സംഭവങ്ങളൊക്കെ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എല്ലാം തന്നെ ലൈവ് പ്ലാന്റ്സ് ആണ്. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഫൈനലി ഗേറ്റിലെത്തി. നമ്മുടെ ഫ്ലൈറ്റ് രാത്രി 9:45 അപ്പം നമ്മൾ എത്തിയാദ് ഫ്ലൈറ്റിനാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഗേറ്റിൽ വന്നിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാണ്. അപ്പം നമ്മുടെ ബോർഡിംഗ് കോൾ വന്നു. നമ്മളിപ്പോൾ ഫ്ലൈറ്റിലോട്ട് കയറുവാണ്. സോ ഐ ആം എക്സൈറ്റഡ് ഫോർ മൈ സെക്കൻഡ് ഇൻ്റർനാഷണൽ ട്രിപ്പ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് അബുദാബിയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറി സെറ്റിലായി. നമുക്കൊരു പില്ലോയും ആ ഒരു ബ്ലാങ്കറ്റും ഒക്കെ കിട്ടി നമ്മൾ സെറ്റിലാവുകയാണ്.
അത്യാവശ്യം 9:45 കഴിഞ്ഞുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഉറക്കം വരുന്നുണ്ട്. എന്നാലും ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഉറങ്ങിയാലും നമ്മളൊരു കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും ഒരു 2-2.25 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മൾ എണീക്കണം. അപ്പോഴേക്കും നമ്മൾ അബുദാബി എത്തും. ഇതിനിടയ്ക്ക് നമുക്കൊരു ഡിന്നറും കൂടെ ഉണ്ടാവും ഫ്ലൈറ്റിൽ. സോ അതിന് വെയിറ്റ് ചെയ്ത് ഉറക്കം തൂങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഉറക്കം തൂങ്ങി ഒരുവിധം ഉറങ്ങി വന്നപ്പോഴേക്കും ഫുഡ് വന്നു. അപ്പോൾ നമ്മുടെ ഡിന്നർ ഇതായിരുന്നു ഫ്ലൈറ്റിൽ കിട്ടിയത്. അപ്പോൾ ഒരു ജ്യൂസും ഒരു റൈസ് ഉണ്ടായിരുന്നു, ഒരു സ്മാഷ് പൊട്ടറ്റോ ഉണ്ടായിരുന്നു, പിന്നെ എന്തോ ഒരു നോർത്ത് ഇന്ത്യൻ സ്നാക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു, പിന്നെ ഒരു സ്വീറ്റ്, പിന്നെ ഒരു ബണ്ണ്, ബട്ടർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത്യാവശ്യം തിന്നാൻ പറ്റുന്നതൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും ഉറങ്ങി. അങ്ങനെ നമ്മൾ അബുദാബിയാണ് കാണുന്നത്. അടുത്തത് നമ്മൾ അബുദാബിയിലോട്ട് ലാൻഡ് ചെയ്യുവാണ്. അപ്പം നമ്മൾ അബുദാബി എത്തിയിട്ടുണ്ട്. അബുദാബിയിൽ നമ്മൾ അവിടുത്തെ ടൈം 12:30 അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ ടൈമും അബുദാബി ടൈമും തമ്മിൽ ഒരു 1.5 മണിക്കൂർ ഡിഫറൻസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഉറങ്ങുന്ന ഒരു ടൈമാണ് നമ്മൾ നാട്ടിൽ. അതുകൊണ്ട് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഗേറ്റിൽ നമ്മൾ ഡെൻമാർക്കിലോട്ട് കോപ്പൻഹേഗൻ ഫ്ലൈറ്റ് എടുക്കുന്ന സ്ഥലത്ത് പോയി നമ്മൾ നന്നായിട്ട് റെസ്റ്റ് എടുത്തു. എന്നിട്ട് അതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലൈറ്റ്. ഇത് കോപ്പൻഹേഗനിലോട്ടുള്ള ഫ്ലൈറ്റാണ്. സെയിം എത്തിഹാദ് ഫ്ലൈറ്റിൽ തന്നെയാണ് നമ്മൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലൈറ്റ് അത്യാവശ്യം ബെറ്റർ ആയിരുന്നു. നമ്മൾ ആദ്യം വന്നതിനേലും കുറച്ചുകൂടെ നല്ല ഫ്ലൈറ്റ് ആയിരുന്നു. നമുക്ക് മോണിറ്ററും കാര്യങ്ങളും ഹെഡ്സെറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യവും വന്നില്ല. ബിക്കോസ് നല്ല ഉറക്കം വരുന്ന സമയമായതുകൊണ്ട് കുറച്ച് നേരമൊക്കെ അതിലൊന്ന് കളിച്ചിട്ട് ഉറങ്ങാനേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ 10-15 മണിക്കൂറത്തെ കണ്ടിന്യൂസ് ട്രാവലിൻ്റെ എൻഡായിട്ട് നമ്മൾ കോപ്പൻഹേഗൻ എത്താൻ പോവാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. അപ്പോൾ ഇതായിരുന്നു എനിക്ക് സെക്കൻഡ് ഫ്ലൈറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന ഫുഡ്. അത്യാവശ്യം നല്ല ഫുഡൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എനിക്കത് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് ആ ഒരു ബ്രെഡും ജാമും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം സൺറൈസ് ആയിട്ടുണ്ട്. നമ്മൾ ഡെൻമാർക്കിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു മോർണിംഗ് വ്യൂ ഒക്കെ ആയിട്ട് നമ്മളങ്ങനെ ഇരിക്കുകയാണ്, വെയിറ്റിംഗ് ഫോർ ദ ഡെൻമാർക്ക് വ്യൂ. പക്ഷേ വെരി ബാഡ് ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് നല്ല റെയിനായിരുന്നു. ഭയങ്കര ഗ്ലൂമി മൂഡി ക്ലൈമറ്റിലാണ് നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇമിഗ്രേഷനും ബാഗ് കളക്ഷനും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുവാണ് ഡെൻമാർക്കിലോട്ട്. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങാൻ പോവാണ്. നമുക്കിവിടെ ഒരു പിക്കിംഗ് ആൾ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ വേറെ എൻ്റെ കുറച്ച് കൊളീഗ്സും കൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന പ്ലേസിലോട്ട് ഇവിടുന്ന് കാറിലാണ് പോകുന്നത്. ഓൾമോസ്റ്റ് ഒരു 1.5 hour ജേണി നമുക്ക് നമ്മൾ സ്റ്റേ ചെയ്യുന്ന പ്ലേസിലോട്ടുണ്ട്. അപ്പം ഫൈനലി നമ്മൾ ഡെൻമാർക്കിലെത്തി സേഫ്ലി. സോ see you guys in my next vlogs. If you guys like my video, please do like, share and subscribe, and also comment your suggestions. Okay, bye bye.